കിഡ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ ഓക്കെ, ടീച്ചർ എന്ന് വന്നിരിക്കുന്നത് 8ാം ക്ലാസ് ബയോളജി രണ്ടാമത്തെ പാഠമായിട്ടുള്ള സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പാഠത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം അല്ലെ. ഏതൊക്കെ ടോപ്പിക്കുകളാണ് മക്കളെ നമ്മുടെ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പാഠത്തിൽ വരുന്നത്? ഒന്നാമത്തെ ടോപ്പിക്കാണ് എന്ത്? നമ്മുടെ ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഒരു ബോഡിയിൽ തന്നെ എത്ര തരത്തിലുള്ള സെല്ലുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും? ഒരുപാട് തരത്തിലുള്ള സെല്ലുകളെ നമുക്ക് ഒരു ബോഡിയിൽ കാണാൻ പറ്റും അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനത്തെ ഡൈവേഴ്സിറ്റി, സെല്ലുകളുടെ ഇടയിലുള്ള ഡൈവേഴ്സിറ്റികളെ കുറിച്ച് പറയുന്ന ടോപ്പിക്കാണ് എന്ത്? ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ് എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത് വരുന്ന ടോപ്പിക് എന്താ മക്കളെ? ടിഷ്യൂസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. നമുക്കറിയാം ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലുകളെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ടിഷ്യൂസ് എന്ന് പറയും അല്ലെ. ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലുകൾ നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? ടിഷ്യൂസ്. അങ്ങനെ പലതരത്തിൽ വരുന്ന ടിഷ്യൂസും നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മുടെ അതല്ല, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ ബോഡിയിലുണ്ട്. അങ്ങനത്തെ കുറച്ച് ടിഷ്യൂസിന്റെ പേരും അവരുടെ ഫങ്ഷൻസും ആണ് രണ്ടാമത്തെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഒരു ടോപ്പിക്കാണ് മക്കളെ എന്ത്? പ്ലാന്റ് ടിഷ്യൂസ്. ഞാൻ പറഞ്ഞു മനുഷ്യന്മാർക്ക് മാത്രമാണോ? അല്ല, ചെടികൾക്കും എന്തുണ്ട്? ടിഷ്യൂസ് ഉണ്ട് അല്ലെ. അപ്പൊ ചെടികളിൽ വരുന്ന കുറച്ച് ടിഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നതാണ് മക്കൾ എന്ത്? ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റംസ്. നമുക്കറിയാം സെല്ലുകൾ കൂടിച്ചേർന്നാൽ എന്തുണ്ടാവുക? ടിഷ്യൂസ് ഉണ്ടാവുക. അപ്പൊ ടിഷ്യൂസ് കൂടിച്ചേർത്ത് എന്തുണ്ടാവും മക്കളെ? ഒരേപോലത്തെ ഒരു കൂട്ടം ടിഷ്യൂസ് കൂടിച്ചേർന്നാൽ ഉണ്ടാവുന്നതാണ് എന്ത്? ഓർഗൻസ്. അതേപോലെ തന്നെ ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗൻസ് കൂടിച്ചേർന്നാൽ ഉണ്ടാവുന്നതാണ് എന്ത്? ഓർഗൻ സിസ്റ്റം. അങ്ങനെ വരുന്ന ഓർഗൻസും ഓർഗൻ സിസ്റ്റത്തിനെയും കുറിച്ചാണ് ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ സെൽ ക്ലസ്റ്റർ എന്ന് പറഞ്ഞ പാഠത്തിൽ വന്നത്. ഇത് കൂടാതെ നമ്മുടെ ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ് അതിന്റെ ഉള്ളിൽ വന്ന വേറൊരു ടോപ്പിക്കും കൂടി നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. എന്താണ്? സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്. ഓർമ്മയുണ്ടോ മക്കളെ? സെൽ ഡിഫറൻഷിയേഷൻ. ഓക്കെ, ഇതും എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അങ്ങനെ വരുന്ന ഒരു 5 ടോപ്പിക്കുകളാണ് അപ്പൊ നമുക്ക് എന്തുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയടാ. എന്താ പറഞ്ഞേക്കുന്നേ? ഐഡന്റിഫൈ ദ ആനിമൽ ടിഷ്യൂ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് ഫംഗ്ഷൻ. അതായത് താഴെ നമുക്ക് എന്താ തന്നിട്ടുള്ളേ? ഒരു പടം തന്നിട്ടുണ്ടല്ലേ. ആ പടത്തിൽ തന്നേക്കുന്നത് എന്താന്നാ പറഞ്ഞേക്കുന്നത്? ആനിമൽ ടിഷ്യൂ എന്നാ പറഞ്ഞേക്കുന്നത്. താഴെ തന്നേക്കുന്നത് എന്താണെന്ന് മക്കളെ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ആനിമൽ ടിഷ്യൂ. അതായത് ആനിമൽസിന്റെ ബോഡിയിൽ കാണുന്ന ഒരു ടിഷ്യൂ ആണിത്. ഓക്കെ, അവരുടെ പേരും അതേപോലെ തന്നെ ഫംഗ്ഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ മക്കളെ ഈ ഒരു പടം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനുള്ളിലുള്ള ഒരു പടമാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആനിമൽ ടിഷ്യൂസിൽ 4 ടൈപ്പ് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിനകത്ത് 4ാമത് വരുന്ന ആനിമൽ ടിഷ്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവരുടെ പേരെന്താണ് മക്കളെ? ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദിസ് നെയിം? ഇതിന്റെ പേരെന്താണെന്ന് പറഞ്ഞ മക്കളെ? ഇതിന്റെ പേരാണ് എന്ത്? കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് മക്കളെ ഇതിന്റെ പേര്. കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് അല്ലെ പറയാ. ഓക്കെ, അപ്പൊ പേര് കിട്ടി. അപ്പൊ നോക്കിയ മക്കളെ, പേരിന് 1/2 മാർക്കാണ് കേട്ടാ. 1/2 മാർക്കാണ് എന്തിന്? ഇതിന്റെ പേരിന്. അപ്പൊ പേര് കിട്ടി. ഇനി അടുത്ത് എന്താണ് എഴുതാനാ പറഞ്ഞേക്കുന്നത്? അതിന്റെ ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂന്റെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? എന്താണ് കണക്റ്റീവ് ടിഷ്യൂന്റെ ഫംഗ്ഷൻ? കണക്ട് ചെയ്യുന്ന ആളാണ് അല്ലേ. അതായത് നമ്മുടെ ബോഡിയിലെ പല ഭാഗങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് മക്കളെ ആര്? കണക്റ്റീവ് ടിഷ്യൂ. അപ്പോ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, 2-3 ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാം. അതിനകത്ത് ഒന്നാമത് വരുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ആര്? ബോൺ എന്ന് പറയുന്നത്. നമുക്കറിയാലേ നമ്മുടെ എല്ലുകൾ. ഓക്കെ, രണ്ടാമത് വരുന്നതാണ് എന്ത് മക്കളെ? കാർട്ടിലേജ്. ഒന്നാമത്തെ ആളായിരുന്നു ബോണ്, രണ്ടാമത്തെ ആളാണ് കാർട്ടിലേജ്. സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസിനെ പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? കാർട്ടിലേജ് എന്ന് പറയും. അതേപോലെ തന്നെ മൂന്നാമത് വരുന്ന ആളാണ് ആര്? ഫൈബറസ് ടിഷ്യൂ, ഫൈബേഴ്സ്. 4ാമത് വരുന്ന ആളാണ് മക്കളെ ബ്ലഡ്. അങ്ങനെ 4 കണക്റ്റീവ് ടിഷ്യൂ ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള. ആരൊക്കെയാണെന്ന് പറഞ്ഞേ? ബോൺ, കാർട്ടിലേജ്, ഫൈബറസ് ടിഷ്യൂ ആൻഡ് ബ്ലഡ്. കിട്ടിയില്ലേ? അപ്പൊ ഈ 4 ആൾക്കാരെ കിട്ടിയില്ലേ? ഇനി ഇവരുടെ ഫംഗ്ഷൻ ഏതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ് മക്കളെ ബോണിന്റെയും കാർട്ടിലേജിന്റെയും ഫംഗ്ഷൻ? ഒന്ന് നോക്കിയേ. പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനറ്റ് ഷേപ്പ് ടു ദ ബോഡി.
നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണ് സപ്പോർട്ട് തരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ്, മനുഷ്യന്മാരുടെ ഷേപ്പ് കിട്ടിയേക്കണ എങ്ങനെയാ, ഈ എല്ലുകൾ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടാനുള്ള കാരണം ആരാണ് മക്കളെ, നമ്മുടെ ബോൺസ് ആണ് അല്ലെ, സ്കെൽറ്റൽ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ ബോണിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് കിട്ടിയോ, ബോണിന്റെയും കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് മക്കളെ ഒന്ന് പറഞ്ഞേ. ഇറ്റ് ഗീവ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. കിട്ടിയില്ലേ? അപ്പൊ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാല് ബോൺ എന്ന് പറയാം. ഫസ്റ്റ് ആളാണ് ബോൺ ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ആളുടെ പേര് ബോൺ. ബോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതിയ, ബോണിന്റെയും അതേപോലെ തന്നെ കാർട്ടിലേജ്, ഇവര് രണ്ടുപേരുടെ ഫംഗ്ഷൻ ഏകദേശം ഒന്നല്ലേ. എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് മക്കളെ, ഗീവ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, ഗീവ് ഷേപ്പ്, ഷേപ്പ് മാത്രമാണോ അല്ല, സപ്പോർട്ട്, സപ്പോർട്ട് മാത്രമാണോ അല്ല, ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ബോഡി, പ്രൊട്ടക്ഷൻ ടു ദ ബോഡി. ഇത്രയുണ്ടല്ലേ. ഇതാണ് ബോണിന്റെയും കാർട്ടിലേജിന്റെയും ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ആളാരാണെന്ന് നോക്കിയ മക്കളെ, രണ്ടാമത്തെ ആളാരാണ്, ഫൈബറസ് ടിഷ്യൂ ആണ് അല്ലെ, ഫൈബേഴ്സ് ആണ്. അതെന്താ ചെയ്യുന്നേ, മറ്റുള്ള ടിഷ്യൂസിനെ, അതേഴ്സ് ടിഷ്യൂസിനെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, കണക്ട് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ടിഷ്യൂസിനെ എന്താ ചെയ്യുന്നത് മക്കളെ, കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് ആര്, ഫൈബറസ് ടിഷ്യൂ എന്ന് പറയുന്ന ആള്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇവിടെ രണ്ടെന്ന് കൊടുത്തിട്ട് എന്ത് എഴുതണം, ഫൈബറസ് ടിഷ്യൂ, ഫൈബറസ് ടിഷ്യൂ എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാ, ആളുടെ ഫംഗ്ഷനും എഴുതാം. എന്താ ഫൈബറസ് ടിഷ്യൂന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണക്ട്, എന്താ കണക്ട് ചെയ്യുന്നേ, അതർ ടിഷ്യൂസ്, മറ്റുള്ള ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്നു. അത് കിട്ടിയില്ല. അപ്പോ ഇനി അടുത്ത ആരാണ്, അടുത്ത ആളാരാണ് മക്കൾ, നമ്മൾ പറഞ്ഞു ലാസ്റ്റ് വന്ന ഒരാളാണ് ആരെന്ന് പറഞ്ഞത്, നമ്മുടെ ബ്ലഡ് എന്ന് പറഞ്ഞ അല്ലെ, ബ്ലഡ് ആണ് ലാസ്റ്റ് വന്ന ആള്. ബ്ലഡ് എന്താ ചെയ്യാ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, ഇതാണ് അവരുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് അല്ലെ. മെറ്റീരിയൽസ്, നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻസ്, ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കാനായിട്ട് സഹായിക്കുന്ന ആളാണ് ആര്, ബ്ലഡ് എന്ന് പറഞ്ഞത് അല്ലെ. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് ഉപകാരം, അങ്ങനെ ചെയ്യുന്നതിലുള്ള ഉപകാരമാണ് എന്ത്, മേക്ക് ദ ബോഡി റെസിസ്റ്റ് ടു ഡിസീസ്, അസുഖങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞത്, ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് എന്ന് പറഞ്ഞ ആൾക്ക് എത്ര ഫംഗ്ഷൻ ഉണ്ട് മക്കളെ, എത്ര ഫംഗ്ഷൻ ആണുള്ളത്, രണ്ട് ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, ബ്ലഡ് എന്ന് പറയുന്ന ആൾക്ക് രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞ മക്കളെ, എന്താണ്, കണ്ടക്ഷൻ ഓഫ് പറഞ്ഞോ, മെറ്റീരിയൽസ്, ടീച്ചർ കൂടെ പറഞ്ഞു പഠിക്കാം കേട്ടോ. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്ക് ദ ബോഡി, എന്താക്കണം മക്കളെ, മേക്ക് ദ ബോഡി എന്താ ചെയ്യാ, റെസിസ്റ്റ് ടു ഡിസീസ്, അസുഖങ്ങളിൽ നിന്നും ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. കിട്ടിയില്ലേ? അപ്പൊ 3 കണക്റ്റീവ് ടിഷ്യൂന്റെ പേരും അവരുടെ ഫംഗ്ഷൻസും കിട്ടിയില്ലേ? ഈ പടം കണ്ടാൽ മനസ്സിലാവൂലേ? ഇതേപോലെ വേറെ വരുന്ന 3 പടങ്ങൾ നമ്മുടെ ആനിമൽ ടിഷ്യൂസിലുണ്ട്. അതും എന്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ കിട്ടിയില്ലേ? ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയോ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് 1/2 മാർക്ക് നെയിമിനും അതേപോലെ തന്നെ 2.5 മാർക്ക് എന്തിനുമാണ് മക്കളെ, ഫംഗ്ഷനുമാണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, എന്താണ് പറഞ്ഞേക്കുന്നേ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സൈലം ടിഷ്യൂസ്. നമുക്ക് തന്നേക്കുന്ന ടിഷ്യൂ ഏതാണ്, നമ്മുടെ ചെടികളിലുള്ള സൈലം ടിഷ്യൂസ് അല്ലെ. നമുക്കറിയാം സൈലോം ഉണ്ട്, ഫ്ലോയോം ഉണ്ട്. ഓക്കെ, വാസ്കുലാർ ടിഷ്യൂസ് അല്ലേ നമ്മുടെ ചെടികളിൽ കാണുന്ന 2 ടൈപ്പ് വാസ്കുലാർ ടിഷ്യൂ. ഒന്നാമത്തെ ആളുടെ പേരാണ് എന്ത്, സൈലം. രണ്ടാമത്തെ ആളുടെ പേരാണ് മക്കളെ എന്താണത്, ഫ്ലോയം. ഓക്കെ, അതിനകത്ത് നമ്മളോട് ഇപ്പൊ എന്താ ചോദിച്ചേക്കുന്നേ, സൈലം ടിഷ്യൂവുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കാട്ടോ. ഓക്കെ, ഇനി എന്താണ് ആ 2 സ്റ്റേറ്റ്മെന്റുകൾ എന്ന് നോക്കിയ മക്കളെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു പ്ലാന്റ് പാർട്സ്. അതായത് ചെടികളുടെ ഭാഗങ്ങൾക്ക് സപ്പോർട്ടും സ്ട്രെങ്ത്തും കൊടുക്കലാണ് ആര് ചെയ്യുന്നത്, സൈലം ചെയ്യുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ എന്താ മക്കളെ പറഞ്ഞേക്കുന്നത്, ട്രാൻസ്പോർട്ട് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീഫ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ഇലകളിൽ ഉണ്ടായിരിക്കുന്ന ഫുഡിനെ മറ്റുള്ള ഭാഗങ്ങളിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്, സൈലം എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയ മക്കളെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇനി അതേസമയം നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കാണ് ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്താ ചെയ്യണ്ടേ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കണം.
ഓക്കെ, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കാൻ പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ തൽക്കാലം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാം. എന്താണ് മക്കളെ ഇവിടെ വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? സപ്പോർട്ടും സ്ട്രെങ്ത്തും കൊടുക്കലാണോ അതോ ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണോ? ഏതായിരിക്കും? നമുക്കറിയാലേ ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷനേ അല്ല. കാരണം ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആളാരാ? ഫ്ലോയമാണ്. ആരാണ് മക്കളെ അത്? ഫ്ലോയം. അപ്പൊ അതല്ല, അത് തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആരാണ്? പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു പ്ലാന്റ് പാർട്സ്. ചെടികളുടെ ഭാഗങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം മക്കളെ? സപ്പോർട്ടും സ്ട്രെങ്ത്തും. കിട്ടിയില്ലേ? അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസും കൂടി നോക്കണം. എന്താ ഓപ്ഷനിൽ പറഞ്ഞേക്കണേ? 1 and 2 കറക്റ്റ്. 1ഉം 2ഉം കറക്റ്റ് ആണോ? അല്ല. 2 only കറക്റ്റ്. അതും ശരിയാണോ? അല്ല. 1 only കറക്റ്റ്. ശരിയല്ലേ? ഒന്നാമത്തെ കറക്റ്റ്? ശരിയാണ്. 1 and 2 ഇൻകറക്റ്റ്. അതും തെറ്റാണ്. അപ്പൊ ഏതാണ് ആൻസർ? 1 only കറക്റ്റ്. കിട്ടിയില്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എഴുതിക്കോളില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്. അതിന് മുൻപ് ജസ്റ്റ് ടീച്ചർ ആ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡയഗ്രമാണ് ടീച്ചർ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ചേക്കണം കേട്ടോ. സൈലത്തിന്റെ ഫംഗ്ഷനും ഉണ്ട്, ഫ്ലോയത്തിന്റെ ഫംഗ്ഷനും ഉണ്ട്, അവരുടെ ഡയഗ്രവും ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ ഇതേ സാധനത്തിന് വേറെ രീതിയിൽ നമുക്ക് ചോദ്യം ചോദിക്കാം. ഈ ഒരു ഡയഗ്രം തന്നിട്ട് ഇതൊക്കെ സൈലത്തിന്റെ ഈ ഡയഗ്രം തന്നിട്ട് ഓക്കെ, ഇവിടെ പേരില്ല, നമ്മളോട് ചോദിക്കാണ് ഐഡന്റിഫൈ ദ ഗിവൺ പിക്ചർ ആൻഡ് നെയിം ഇറ്റ്. തന്നിരിക്കുന്ന പടം മനസ്സിലാക്കിയിട്ട് അതിന്റെ പേര് എഴുതാൻ പറഞ്ഞാല് എന്തെഴുതണം മക്കളെ? ഇറ്റ് ഈസ് സൈലം. അതെന്താണ്? സൈലമാണ്. റൈറ്റ് എനി വൺ ഫീച്ചർ ഓഫ് ദിസ് ഫിഗർ. ഈ ഫിഗറിൽ കാണുന്ന ആളുടെ എന്തെങ്കിലും ഒരു ഫീച്ചർ എഴുതാൻ പറഞ്ഞാൽ ഇതൊക്കെ 3 ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ ഫ്ലോയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും, എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് 2 main concepts that can be included in a class seminar on the following topic. അതായത് ഒരു ടോപ്പിക് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ടീച്ചർ റെഡ് കളറിൽ എഴുതിയേക്കുന്നത്. എന്താണ്? സ്റ്റെം സെൽ റിസർച്ച് ആൻഡ് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കൺസെപ്റ്റ്. അല്ല, കൺസെപ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല അല്ലെ, ടോപ്പിക്കാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഈ ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാരണം എന്താണ് അല്ലെ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഏതാണ് പറഞ്ഞേക്കുന്നത്. കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ റീസൺ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് എന്ത്? സ്റ്റെം സെൽ റിസർച്ച് ആൻഡ് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്റ്റെം സെൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? നമുക്ക് എന്താണ് സ്റ്റെം സെൽ എന്ന് അറിയാം അല്ലെ? എന്താ മക്കളെ സ്റ്റെം സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള സെല്ലുകളാണ്. ഇവർക്ക് വേറെ ഏത് സെല്ലുകളായിട്ടും മാറാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള സെല്ലുകളെ പറഞ്ഞ പേരാണ് എന്ത്? സ്റ്റെം സെൽ എന്ന് പറയും. ഓക്കെ, ഇനി സ്റ്റെം സെല്ലിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി അത് ഫ്യൂച്ചറിലെ ട്രീറ്റ്മെന്റിന് വലിയൊരു ഉപകാരം ഉണ്ടാക്കുമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്ന ടോപ്പിക്. ഓക്കെ, എന്ത് ഉപകാരമാണ് മക്കളെ ഇത് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റിൽ ഉണ്ടാക്കുക? എന്ത് ഉപകാരമാണ് ഈ സ്റ്റെം സെല്ലുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുക ഫ്യൂച്ചറിൽ? അതാണ് ടീച്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് ദ റിസർച്ച് ഓഫ് സ്റ്റെം സെൽസ് ക്യാൻ ബി ബ്രിങ് അബൌട്ട് മിറാക്കുലസ് ചേഞ്ചസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസ്, etc. and also in the manufacture of artificial organs. ഇത്രേ ഉള്ളൂ ട്ടാ. അതായത് സ്റ്റെം സെല്ലിന്റെ റിസർച്ച് ആ ഒരു കണ്ടുപിടുത്തത്തോടു കൂടി വലിയൊരു മാറ്റം, മിറാക്കുലസ് ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? അത്ഭുതകരമായ ഒരു മാറ്റം നമുക്ക് എന്തിലുണ്ടാക്കാം? നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാക്കാം. ഏതൊക്കെ അസുഖങ്ങളിലാണ് നമുക്ക് സ്റ്റെം സെല്ല് കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നത്? ഒന്നാമത്താണ് ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസറിൽ നമുക്ക് എന്തുണ്ടാക്കാം? ട്രീറ്റ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഡയബറ്റീസ്, പ്രമേഹം. മൂന്നാമത്തെ അസുഖമാണ് എന്ത്? പാർക്കിൻസൺ ഡിസീസ്. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മക്കളെ പാർക്കിൻസൺ ഡിസീസ്. ഓക്കെ, ഈ 3 അസുഖങ്ങളിലും ഒരു മിറാക്കുലസ് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ആരെ കൊണ്ട് പറയുന്നത്? സ്റ്റെം സെല്ലിന്റെ കണ്ടുപിടുത്തം കൊണ്ട് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഒരെണ്ണം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആൻഡ് ഓൾസോ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. ഓക്കെ, ആർട്ടിഫിഷ്യലി ഓർഗൻസിനെ ഉണ്ടാക്കാനായിട്ടും സ്റ്റെം സെൽ വളരെ അധികം ഉപകാരമാണ്. ഇതാണ് അതിന്റെ ഉത്തരം. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, 2 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി മക്കൾ കണ്ടോട്ടാ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന സെമിനാർ ടോപ്പിക് ആണ് സ്റ്റെം സെൽ റിസർച്ച് ആൻഡ് ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 കൺസെപ്റ്റുകൾ
എഴുതാനാ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് മക്കളെ എന്ത്? മിറാക്കുലസ് ചേഞ്ച് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺസ്. ഈ അസുഖങ്ങളിൽ മിറാക്കുലസ് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാക്കുക, അതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്താ? ആൻഡ് ഓൾസോ ഇൻ ദ മാനുഫാക്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഓർഗൻസ്. ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ഉണ്ടാക്കാനായിട്ടും ഇത് വളരെയധികം സഹായിക്കും. കിട്ടിയില്ലേ? രണ്ട് കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ ഗിവൺ ഹിന്റ്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അത് ഈ പറഞ്ഞിരിക്കുന്ന ഹിന്റുകൾ, ക്ലൂ ആണ് തന്നേക്കുന്നത്. ഓക്കെ, ആ ക്ലൂകൾ വെച്ചിട്ട് ഫില്ല് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താണ് ആ ബോക്സിൽ എന്നുള്ള പേര്? മെരിസ്റ്റമാറ്റിക് സെല്ലും മെച്യൂർ സെല്ലും. നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ടോപ്പിക് അല്ലേ, മെരിസ്റ്റമാറ്റിക് സെല്ലും മെച്യൂർ സെല്ലും. ടീച്ചർ ചോദിക്കട്ടെ, എന്താ മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ അല്ലെ, കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? മെരിസ്റ്റമാറ്റിക് സെൽ. എന്താണ് മക്കളെ മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് വെച്ചാല്? കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽ. ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിവുള്ള സെല്ലുകളെ പറഞ്ഞ പേരാണ് എന്ത്? മെരിസ്റ്റമാറ്റിക് സെൽ. അപ്പൊ എന്താണ് മെച്യൂർ സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എന്താ മെച്യൂർ സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? നോൺ ഡിവൈഡിങ് സെൽ, അതായത് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റാത്ത സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയണം മക്കളെ? മെച്യൂർ സെൽ എന്ന് പറയും. ഓക്കെ, ഇനി മെരിസ്റ്റമാറ്റിക് സെല്ലും മെച്യൂർ സെല്ലിന്റെയും ബോക്സ് ആണ് ഫില്ല് ചെയ്യാനാ പറഞ്ഞേക്കുന്നത് അല്ലെ. ഫസ്റ്റ് ക്ലൂ എന്താണ്? തിക്നെസ് ഓഫ് ദ സെൽ വാൾ. സെൽ വാളിന്റെ തിക്നെസ് നമുക്കറിയാം. എന്താ സെൽ വാള്? ഒരു സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ഔട്ടർ കവറിങ്ങിനെ പറഞ്ഞ പേരാണ് എന്ത്? സെൽ വാൾ എന്ന് പറയോ അല്ലെ. ഓക്കെ, അപ്പോ മെരിസ്റ്റമാറ്റിക് സെല്ലില് സെൽ വാളിന്റെ തിക്നെസ് എന്താണെന്ന് പറഞ്ഞ മക്കളെ, നമുക്ക് അതിന്റെ പടം ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് മെരിസ്റ്റമാറ്റിക് സെല്ല്, ഇതാണ് മക്കളെ എന്ത്? മെച്യൂർ സെൽ അല്ലേ. ഇവർ രണ്ടുപേരെ സെൽ വാൾ നമുക്ക് നോക്കിയാലോ? ഇതാണ് സെൽ വാൾ. ടീച്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, യെല്ലോ കളറിൽ കാണിച്ചു തരാം. ഇതാണ് സെൽ വാള്, കണ്ടോ? ഇതാണ് മെച്യൂർ സെല്ലിന്റെ സെൽ വാള്, കണ്ടോ? ഇതാണ് മെച്യൂർ സെല്ലിന്റെ സെൽ വാള്. ഇതാണ് നമ്മുടെ എന്ത്? മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ സെൽ വാൾ. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ എന്റെ മക്കൾക്ക്? അപ്പൊ നോക്കിയേ, ഇതാണ് മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ സെൽ വാൾ, ഇതാണ് മെച്യൂർ സെല്ലിന്റെ സെൽ വാൾ. നിങ്ങൾ പറഞ്ഞോ, ഏതിനാണ് തിക്നെസ് കൂടുതൽ, ഏതിനാണ് തിക്നെസ് കുറവ്? ഏതിനാ മക്കളെ? മെച്യൂർ സെല്ലിന് തിക്നെസ് വളരെ കൂടുതലാണല്ലേ? അതെ. അപ്പൊ അതേസമയം മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ തിക്നെസ് എന്താണെന്ന് പറഞ്ഞ മക്കളെ? എന്താണ്? കുറവാണല്ലേ. അപ്പൊ നമ്മളിവിടെ എങ്ങനെ എഴുതണ്ടേ? മെരിസ്റ്റമാറ്റിക് സെല്ലിലെ തിക്നെസ് ഓഫ് ദ സെൽ വാൾ എങ്ങനെയാണ് മക്കളെ? ഇറ്റ് ഈസ് തിന്നാണല്ലേ. തിക്നെസ് കുറവെന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, തിന്നെന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എന്ത് എഴുതണം മക്കളെ? തിക്കെന്ന് എഴുതാം. ഓക്കെ, തിന്നും തിക്കും. കിട്ടിയില്ലേ? അപ്പൊ ഫസ്റ്റ് എണ്ണം കിട്ടിയില്ലേ? ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം. എന്താ മക്കളെ സൈറ്റോപ്ലാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എന്താ സൈറ്റോപ്ലാസം? നമുക്കറിയാലേ, ഒരു സെല്ലിന്റെ ഉള്ളില് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളെയും നമ്മൾ പറയുന്ന ഭാഗം, ആ ഒരു ഫ്ലോറില് ന്യൂക്ലിയസിന്റെ ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഫ്ലോർ ഭാഗത്തിനെ പറഞ്ഞ പേരാണ് എന്ത്? സൈറ്റോപ്ലാസം എന്ന് പറയും. ഓക്കെ, എന്താ പറയാ മക്കളെ? സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെരിസ്റ്റമാറ്റിക് സെല്ലിലും മെച്യൂർ സെല്ലിലും സൈറ്റോപ്ലാസത്തിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നോക്കിയ മക്കളെ. ഇവിടെ നോക്കിയേ, ഇതാണ് സൈറ്റോപ്ലാസം അല്ലേ. ഇതാണ് സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിൽ കുറെ സെൽ ഓർഗനൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അതേസമയം ഇവിടുത്തതോ, ഇതാണ് സൈറ്റോപ്ലാസം. ഇവിടെ ക്വാണ്ടിറ്റി ഏതിനാ മക്കളെ കൂടുതൽ? ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സൈറ്റോപ്ലാസം ഏതാണ്? നമ്മുടെ മെരിസ്റ്റമാറ്റിക് സെല്ലിനാണ് അല്ലെ. മെച്യൂർ സെല്ലിന്റെ ആ ഒരു സൈറ്റോപ്ലാസം നോക്കിയാൽ കുറെ ആൾക്കാർ ഇരുന്നായിട്ട് അവിടെ സ്പേസ് കുറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇല്ല, ആൾക്കാരുടെ എണ്ണം കുറവാണ്, എന്താണ്? സൈറ്റോപ്ലാസിന്റെ അളവ് കൂടുതലാണ് അല്ലെ. അപ്പൊ നോക്കിയാൽ മക്കളെ, ഇവിടെ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? മെരിസ്റ്റമാറ്റിക് സെല്ലില് ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം ഈസ് മോർ എന്ന് എഴുതാം. എന്താ മക്കളെ എഴുതേണ്ടത്? മോർ. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ കുറവായിരുന്നില്ലേ? അപ്പൊ എന്ത് എഴുതണം മക്കളെ? ലെസ് എന്നും എഴുതണം. എങ്ങനെയാ മോറും ലെസ്സും ആയിരുന്നു മനസ്സിലായോ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലെ, ഇവിടെ ആൾക്കാരുടെ എണ്ണം കുറവാണ്, സൈറ്റോപ്ലാസ്റ്റിന്റെ അളവ് കൂടുതലാണ്. പക്ഷെ ഇവിടെയോ അളവൊക്കെ കൂടുതലാണ്, പക്ഷെ അതിനകത്ത് പകുതി മുക്കാലും എന്താ? സെൽ ഓർഗനൽസ് ഇരിക്കുകയാണ്. അപ്പൊ ആ സ്പേസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഇച്ചിരീശേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇവിടെ ലെസ് ആണെന്നും പറയും, ഇവിടെ എന്ത് പറയും? മോർ ആണെന്നും പറയും. മനസ്സിലായില്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു കണക്റ്റീവ് ടിഷ്യൂസ് സ്യൂട്ടബിളി. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂസ് തന്നെയാണ് പിന്നെയും വന്നിരിക്കുന്നത് അല്ലെ. കണക്റ്റീവ് ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇല്ലസ്ട്രേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് എന്താ? കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണക്റ്റീവ് ടിഷ്യൂസ്, ബോൺ ടിഷ്യൂ, ഫൈബ്രസ് ടിഷ്യൂ.
രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഒരെണ്ണം അവിടെ എന്താ ഫില്ല് ചെയ്തിട്ടില്ല, അവിടെ എ. അപ്പൊ ഞാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ മൊത്തത്തിൽ വരയ്ക്കാം, ഇതേപോലെ ബോക്സുകളൊക്കെ വരയ്ക്കാം. ഇനിയിപ്പോ അതിന് സമയമില്ല, വരയ്ക്കാൻ പറ്റില്ല, കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സൈഡില് എ ബി സി, എ ബി സി ഉള്ളൂ അല്ലെ, മൂന്നെണ്ണം ഉള്ളൂ, അപ്പൊ എ ബി സി എന്ന് പറഞ്ഞു കൊടുത്തോ. ഓക്കെ, വൃത്തിയിൽ വേണം ചെയ്യാനായിട്ട്, വരയ്ക്കാൻ പറ്റില്ല വരയ്ക്കേണ്ട. ഓക്കെ, അപ്പൊ നോക്കിയേ എ ബി സി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ പറഞ്ഞ മക്കളെ കണക്റ്റീവ് ടിഷ്യൂസിൽ ബോണും ഫൈബ്രസും ഇല്ലാതെ വേറെ രണ്ടാൾക്കാരും കൂടി വരുന്നില്ലേ, കാർട്ടിലേജും ബ്ലഡും. ആരൊക്കെയാണ് മക്കളെ, കാർട്ടിലേജും ബ്ലഡും. പക്ഷേ കാർട്ടിലേജ് നമുക്ക് എഴുതാനോടെ പറ്റില്ല, കാരണം അതിന്റെ തൊട്ടടിയിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേക്കുന്നത്, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. കാർട്ടിലേജിന്റെ മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലെ. അങ്ങനെ മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളുള്ളൂ, അതാരാണ്ട് മക്കളെ, ബ്ലഡ് ആണല്ലേ. ആരാണ് മക്കളെ, അത് ബ്ലഡ് ആണല്ലേ. ഓക്കെ, അപ്പൊ എ എന്താ, ബ്ലഡാ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം അവിടെ മക്കളെ, എ എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എന്ന് എഴുതാം. എഴുതിയില്ലേ, ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ബി എന്താ പറഞ്ഞേക്കുന്നേ, ബോൺ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ് പറഞ്ഞത്, ബോൺ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ. ബി എന്ന് പറഞ്ഞ ബോൺ ടിഷ്യൂവിന്റെ എന്താണ്, ഫംഗ്ഷൻ. എങ്ങനെ ഫംഗ്ഷൻ എഴുതാ, എന്താ ബോണിന്റെ ഫംഗ്ഷൻ, 3 ഫംഗ്ഷൻ ഉണ്ടല്ലേ. 1 സപ്പോർട്ട്, 2 പ്രൊട്ടക്ഷൻ, 3 ഡെഫിനിറ്റ് ഷേപ്പ്. ഏത് വേണമെങ്കിലും എഴുതാം. ടീച്ചർ തൽക്കാലം അവിടെ എന്ത് കൊടുത്തു, ഡെഫിനിറ്റ് ഷേപ്പ് കൊടുത്തു. വേണമെങ്കിൽ 3 എഴുതി വെക്കാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, ഒരെണ്ണം എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. സി എന്താ, ഫൈബറസ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ. ഫൈബറസ് ടിഷ്യൂവിന് ഒരു ചെറിയ ഫംഗ്ഷൻ ആണല്ലോ ഉള്ളത്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ, കണക്ട് അതർ ടിഷ്യൂസ്. മറ്റുള്ള ടിഷ്യൂസിന് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. കണക്ട് അതർ ടിഷ്യൂസ്. അപ്പൊ അതും കഴിഞ്ഞില്ലേ. 3 ക്വസ്റ്റിന്റെ എ ബി സി എന്നുള്ള 3 ആൾക്കാരെയും കിട്ടിയില്ലേ. 3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടാ. അടുത്ത 3 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകട്ടെ. അതിന് മുമ്പ് ടീച്ചർ അതിന്റെ ആൻസർ ഒന്ന് കാണിച്ചു തരാം. ബോണിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുക. ഫൈബ്രസ് ടിഷ്യൂന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു മക്കളെ, കണക്ട് അതർ ടിഷ്യൂസ്. ഓക്കെ, ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് മേക്ക് ദ ബോഡി റെസിസ്റ്റന്റ് ടു ഡിസീസ്. കിട്ടിയില്ലേ, 3 ആൾക്കാരെ കിട്ടിയില്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, റീഅറേഞ്ച് ദ കോളം ബി ആൻഡ് സി അക്കോർഡിംഗ് ടു കോളം എ. എ എന്ന് പറഞ്ഞ കോളത്തില് നമുക്കറിയാലേ ഈ 3 ആൾക്കാർ ആരൊക്കെയാ, പ്ലാന്റ് ടിഷ്യൂസ് ആണ് തന്നേക്കുന്നത്. ഇവിടെ എന്താ ടീച്ചർ തന്നിട്ടുള്ളത്, പ്ലാന്റ് ടിഷ്യൂസ് ആണിത്. ഓക്കെ, 3 പ്ലാന്റ് ടിഷ്യൂസിന്റെ പേരാണ് തന്നിരിക്കുന്നത്. ഓക്കെ, കോളൻകൈമ, പാരൻകൈമ, സ്ക്ലീറൻകൈമ. ഓക്കെ, 3 ആൾക്കാരെ പേര് കിട്ടി. ഇനി ഈ ഒരു ബോക്സിന്റെ ബേസിസിൽ ബിയും സിയും എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്, ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. നമുക്കറിയാലേ കോളൻകൈമയുടെ ഫംഗ്ഷൻ എന്താണ് മക്കളെ, കോളൻകൈമയുടെ ഫംഗ്ഷൻ അല്ല, ഫസ്റ്റ് അതിന്റെ ക്യാരക്ടർ എന്താണ് മക്കളെ. നമുക്കറിയാം കോളൻകൈമ എന്ന് പറയുമ്പോൾ ടീച്ചർ ജസ്റ്റ് വരച്ച് കാണിക്കട്ടെ. ഇങ്ങനെ സെല്ല് വരച്ചാൽ അതിന്റെ കോർണർ ഭാഗം എന്തായിരിക്കുള്ളൂ, തിക്കായിരിക്കും അല്ലെ. കോർണർ മൊത്തം തിക്കായിട്ടിരിക്കുന്ന സെല്ലുകൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, കോളൻകൈമ എന്ന് പറയും. കണ്ടോ, കോർണേഴ്സ് തിക്കാണ് അല്ലെ. അങ്ങനെ കോർണർ തിക്കായിട്ട് വരുന്ന എന്താ പറഞ്ഞേക്കുന്നേ, കണ്ടോ കോർണർ തിക്കാണെന്ന് പറഞ്ഞ ഭാഗം ഉണ്ടോ ഇവിടെ. composed of cells that are thick only at the corner of the cell wall. സെൽ വാളിന്റെ കോർണർ തിക്ക് ആയിട്ടുള്ള ആളാണ് പറഞ്ഞത്, കോളൻകൈമ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നോക്കിയേ, ഇതാണ് കറക്റ്റ്. ഓക്കെ, അതുകൊണ്ട് നിർത്താൻ പറ്റുമോ, ഇല്ല. തൊട്ടപ്പുറത്ത് സി എന്ന് പറഞ്ഞൊരു ബോക്സും കൂടി ഉണ്ടല്ലേ. സിയിൽ എന്താ പറഞ്ഞേക്കുന്നേ നോക്കിയേ, തൊട്ടപ്പുറത്ത് ഡിസൈനിന്റെ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോളൻകൈമ എന്താ പറഞ്ഞേക്കുന്നേ, കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ്. ഓക്കെ, അതുകൂടാതെ അവരുടെ ഫംഗ്ഷൻ ഇതാണ് മക്കളെ, ഫംഗ്ഷൻ ഫംഗ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. എന്താണ്, പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട്. ഫ്ലെക്സിബിലിറ്റിയും അതേപോലെ തന്നെ സപ്പോർട്ടും കൊടുക്കും. ഏതാണ് അപ്പോ, പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും. കിട്ടിയില്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളാരാണ്, പാരൻകൈമയാണ് അല്ലെ. പാരൻകൈമയുടെ സെൽസ് എങ്ങനെയാ മക്കളെ, സിമ്പിൾ സെല്ലുകളാണ്. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സെല്ലുകൾ. കണ്ടോ, ഇതാണ് പാരൻകൈമ. അങ്ങനെ പാരൻകൈമയുടെ സെല്ല് സിമ്പിൾ സ്ട്രക്ചർ ഉള്ള ആൾക്കാരാണ് ആര്, പാരൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കിട്ടി.
ഇനി ഇയാളുടെ ഫംഗ്ഷൻ എന്താ? പാരങ്കൈമയുടെ ഫംഗ്ഷൻ നമുക്കറിയാം എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ് അല്ലേ? എന്താണ് മക്കളെ അതിന്റെ ഫംഗ്ഷൻ? ഫോട്ടോസിന്തസിസ്. ജസ്റ്റ് ഒന്ന് നോക്കിയേ, കണ്ടോ? ദ സെൽസ് വിത്ത് സിംപ്ലസ്റ്റ് സ്ട്രക്ചർ എവിടേക്കാണ് ഇവർ കാണുന്നത്? സോഫ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്, ചെടികളുടെ സോഫ്റ്റ് ഭാഗങ്ങളിലാണ് കാണുന്നത്. ആൻഡ് ദെയർ ഫംഗ്ഷൻ ഈസ് എന്താണ്? ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫോട്ടോസിന്തസിസ് നടത്തലും അതേപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുക പാരങ്കൈമ സഹായിക്കുക. അതും കിട്ടിയില്ലേ? ഇനി അടുത്ത ലാസ്റ്റ് പറഞ്ഞാൽ എന്ത്? സ്ക്ലീറങ്കൈമ അല്ലെ? സ്ക്ലീറങ്കൈമ എങ്ങനെയാ മക്കളെ ഇരിക്കുന്നേ? ഇതിങ്ങനെയാണല്ലേ സ്ക്ലീറങ്കൈമ. ഓക്കെ, ഇതാണ് സ്ക്ലീറങ്കൈമ. ഇത്രയും മാത്രം മതിയോ? അല്ല, ഉള്ളിൽ വേറൊരെണ്ണം കൂടി ഉണ്ട്. ഓക്കെ, ഇതാണ് സ്ക്ലീറങ്കൈമ അല്ലെ? എന്താ പറഞ്ഞേക്കുന്നേ? ഇതിനകത്ത് യൂണിഫോംലി എല്ലാ ഭാഗവും എന്താ? തിക്കാണ്. എല്ലാ ഭാഗവും ഒരേപോലെ തിക്കാണ്. അപ്പൊ യൂണിഫോംലി തിക്ക് എന്ന് നമ്മൾ അതിനെ പറയാം. എല്ലാ ഭാഗവും തിക്കായി കഴിഞ്ഞാൽ ടീച്ചർ എന്താ പറയുന്നേ? യൂണിഫോംലി തിക്ക് എന്ന് പറയും. ഓക്കെ, അങ്ങനെ യൂണിഫോംലി തിക്ക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഉണ്ട് കേട്ടോ. ദ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആർ ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ. സെൽ വാളിന്റെ എല്ലാ ഭാഗവും ഒരേപോലെ എന്തായിരിക്കും? തിക്കായിരിക്കും. അവരുടെ ഫംഗ്ഷൻ എന്താ മക്കളെ? പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്. പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട്. ഇതിപ്പോ ടീച്ചർ ഇങ്ങനെ വരച്ചിട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വരച്ചിടാനായിട്ട് പാടില്ല. ഓക്കെ, ടീച്ചർ ഇപ്പൊ ഒരൊറ്റ ബോക്സ് ആയിട്ട് വെച്ചോളാണ് ടീച്ചർ വരച്ച് വെച്ചത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇതേപോലെ പേരെഴുതാം. കോളങ്കൈമ, പാരങ്കൈമ, സ്ക്ലീറങ്കൈമ എന്ന് പേരെഴുതാ. എന്നിട്ട് ബി ബോക്സിൽ ഈ കോളങ്കൈമയുടെ ക്യാരക്ടർ ഏതാണോ അത് അതിന്റെ നേരെ എഴുതാം. എന്താ അതിന്റെ ക്യാരക്ടർ? ആ കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണർ ഓഫ് ദ സെൽ വാൾ. അപ്പൊ അത് വേണം ഇവിടെ എഴുതാനായിട്ട്. അതിന് തൊട്ടപ്പുറത്തെ ഭാഗത്തോ അതിന്റെ ഫംഗ്ഷനും എഴുതാം. മനസ്സിലായില്ലേ? പാരങ്കൈമയുടെയോ അതേപോലെ തന്നെ അതിന്റെ ഫീച്ചർ ഇവിടെ എഴുതാം, ഫംഗ്ഷൻ ഇവിടെ എഴുതാം. സ്ക്ലീറങ്കൈമയുടെയോ ഫംഗ്ഷൻ ഫീച്ചർ ഇവിടെ എഴുതാം, ഫംഗ്ഷൻ ഇവിടെ എഴുതാം. അങ്ങനെ കറക്റ്റ് ആയിട്ട് വേണം എഴുതാൻ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാത്രം ടീച്ചർ എന്ത് ചെയ്യുള്ളൂ? ടീച്ചർ എന്നല്ല, എല്ലാ ടീച്ചർമാരും എന്ത് ചെയ്യുള്ളൂ? അതിന് മാർക്ക് തരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കാണാം, പഠിക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യും? എക്സാമിന് ഇടും. ഓക്കെ, ടീച്ചർ സൈറ്റിന്റെ ഫ്ലോത്തിന്റെ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞില്ലേ? അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.